ഇന്ന് ആണുങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വന്ധ്യതയിൽ കാണുന്നത്. എല്ലാവരും വിശ്വാസം സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രശ്നം, പക്ഷേ കാണുന്നത് കൂടുതൽ ആണുങ്ങൾക്കാണ്. അതിനൊരു കാരണമുണ്ട്, അതിന് മനസ്സിലാക്കേണ്ട ഒരു വഴിയുണ്ട്. എന്നുവെച്ചാൽ അണ്ടാശയത്തിൽ നിന്ന് എല്ലാ മാസവും ദൈവം അണ്ടം ഒരെണ്ണേ പുറത്തേക്ക് വിടുള്ളൂ. എൻ്റെ അർത്ഥം അത്രയും പെർഫെക്റ്റ് ആണ് ദൈവം അയക്കുന്ന ആ ഒരു അണ്ടം. ആ പെർഫെക്റ്റ് അണ്ടത്തിന് പൊതുവേ ഞാൻ ഒരു സ്ത്രീയെ പറ്റിയിട്ടല്ല പറയുന്ന, ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും അണ്ടാശയത്തിലെ അണ്ടങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. ആ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് അണ്ടങ്ങളിലെ ആ വരുന്ന ഒരു അണ്ടം എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടേ പുറത്തെത്തുള്ളൂ. പക്ഷേ ബീജങ്ങൾ നേരെ തിരിച്ചാണ്. ഒരു സമയത്ത് ഒരു അണ്ടത്തിനെ കണ്ടുമുട്ടാൻ വരുന്നത് കോടിക്കണക്കിന് ബീജങ്ങളാണ്. ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത് 100-150 കോടി ബീജങ്ങളാണ് ഒറ്റയടിക്ക് പുറത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ബീജങ്ങൾ വരുന്നതിൽ കുറേയൊക്കെ ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച്, നമ്മുടെ വേൾഡ് ക്രൈറ്റീരിയ അനുസരിച്ച് ഇതിൽ മിനിമം 4% നല്ല ആരോഗ്യമുള്ള ബീജങ്ങൾ മതി പ്രഗ്നൻ്റ് ആവാൻ. വേറെ വഴി പറഞ്ഞാൽ 96% പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഇതിനെക്കാട്ടിലും കൂടുതൽ പോയാൽ, എന്ന് വെച്ചാൽ ഈ ആരോഗ്യം ഇല്ലാത്ത ഭാഗത്തിൻ്റെ പെർസെൻറ്റേജ് കൂടിപ്പോയാൽ തീർച്ചയായിട്ടും ബീജങ്ങളുടെ ആരോഗ്യം കുറയും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ജനറ്റിക് ആണോ, ഹോർമോണിൻ്റെ പ്രശ്നങ്ങളോ വല്ലതും ആണോ, അതോ വേറെ എന്തെങ്കിലും ആണോ? വൃഷണത്തിൻ്റെ ഉള്ളിലോ വൃഷണത്തിനെ ബാധിക്കുന്ന വേറൊരു പ്രശ്നമാണ്. നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മളുടെ കാലാവസ്ഥ നല്ല അത്യാവശ്യം നല്ല ഉഷ്ണാംശമുള്ളതാണ്, ചൂടാണ്. പക്ഷെ നമ്മൾ വേണ്ട അത്രയും വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കാതെ മൂത്രത്തിലേക്ക് ഇൻഫെക്ഷൻ വരും. മൂത്രത്തിലെ ഇൻഫെക്ഷൻ വരുന്നത് തന്നെയാണ് ശുക്ലത്തിലേക്കും കിടക്കാം. അപ്പോൾ ഇൻഫെക്ഷൻ വൃഷണത്തിൽ ഉണ്ടാവുന്ന പുതിയ പുതിയ ബീജങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കാം. തീർച്ചയായിട്ടും ബീജങ്ങളുടെ ആരോഗ്യം കുറയും. ഈ വൃഷണത്തിൻ്റെ ഉള്ളിൽ ജന്മനാൽ ബീജങ്ങൾ കുറവാണെങ്കിൽ അത് വേറൊരു സംഭവമാണ്. പക്ഷേ ഉണ്ടാവുന്ന നല്ല ബീജത്തിനെ പണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്തത് എന്തായിരിക്കാം എന്നൊരു കാരണം ചോദിച്ചാൽ ചിലപ്പോൾ ഇതൊരു കാരണമായിരിക്കാം. നമ്മുടെ ജീവിതശൈലിയിൽ ഇപ്പം കൂടുതൽ പേരും വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങുകയാണ്. എല്ലാവരും മൊബൈലിലാണ് കുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ തിരക്കിൽ അവർ ബാക്കിയുള്ള ഓടി നടക്കുന്നതും ചുറ്റുള്ള എക്സസൈസിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ആരോഗ്യത്തിന് ശ്രദ്ധിക്കാൻ അവർ സമയം എടുക്കാറില്ല. അപ്പോൾ ഇത് കാരണം അമിതവണ്ണം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ ആണുങ്ങൾക്കും വരും. അവരുടെയും വയറിൻ്റെ ഭാഗത്ത് തടി കൂടുന്നതനുസരിച്ച് ഫാറ്റി ലിവർ, ഇപ്പോൾ ഏത് സ്കാൻ എടുത്താലും എല്ലാവരുടെയും സ്കാനിൽ കാണാം ഫാറ്റി ലിവർ. അത് വെറൊരു തുടക്കമാണ്. ശരീരത്തിലെ ബാക്കി എല്ലാ ഭാഗത്തു നിന്നും അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഈ വണ്ണം കൂടുന്ന ആണുങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്ത്രീകളെ പോലെ തന്നെ ബ്രസ്റ്റ് മാറി വരുന്നത്. ആണുങ്ങളുടെ ശരീരത്തിൽ സ്ത്രീകളുടെ ഹോർമോൺസ് കൂടുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഹോർമോൺസ് ആണുങ്ങളുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഹോർമോൺസ് ബീജങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാം. അവിടെ ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ ആണുങ്ങളുടെ ഹോർമോൺസ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവുന്നത് ഈ ഭക്ഷണത്തിൻ്റെയും ജീവിതശൈലിയുടെ പ്രശ്നം കാരണമല്ലേ. അപ്പോൾ അതിൻ്റെ ഈ സ്ട്രെസ്സ് കൂടുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സ്ട്രെസ്സ് പണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അവർ ജീവിതത്തിൽ കാണുന്ന രീതി വേറെയാണ്. അവർ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അത് പറ്റാത്ത വരുമ്പോൾ അവർക്ക് സ്ട്രെസ്സ് കൂടുകയാണ്. ആ മെൻ്റൽ സ്ട്രെസ്സും തീർച്ചയായിട്ടും ബീജങ്ങളുടെ ആരോഗ്യം കുറയ്ക്കും. ഉറക്കം കുറയും. സ്ട്രെസ്സ് കൂടുമ്പോൾ ഉറക്കം കുറയും. ഉറക്കം കുറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാരണം ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവാം, തലവേദനയും ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ലാതെ ബീജങ്ങളുടെ ആരോഗ്യം അതിലും കുറയും. ഇതിൽ ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ കുടി തുടങ്ങും, അല്ലെങ്കിൽ വലി തുടങ്ങും. ഇങ്ങനത്തെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടും തീർച്ചയായിട്ടും ബീജങ്ങൾ പിന്നെ നാശം ഉണ്ടാവും. അപ്പോൾ കുടിക്കുന്നവരും വലിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ ഈ പ്രശ്നം പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ തർക്കം, എൻ്റെ കൂട്ടുകാരൊക്കെ കുടിക്കുന്നുണ്ട്, എല്ലാവരും വലിക്കുന്നുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികൾ വരെ ഉണ്ട്, എന്താ പിന്നെ എനിക്കുണ്ടാവാത്തതെന്ന് ചോദ്യം. ബാക്കിയുള്ളവരെ പറ്റി നമ്മൾ അന്വേഷിക്കണം, നമുക്ക് നമ്മുടെ സ്വന്തം പ്രശ്നം ആലോചിച്ചാൽ പോലെ. ഈ പറഞ്ഞ പ്രശ്നം തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരേപോലെ ബാധിക്കില്ല. ചിലവർക്ക് കുറച്ച് കൂടുതൽ, ചിലവർക്ക് കുറച്ച് കുറവായിരിക്കാം. പക്ഷേ പുകയില ഏത് രൂപത്തിലെടുത്താലും അത് ഉറപ്പായിട്ടും ബീജങ്ങളുടെ തലേനെ നശിപ്പിക്കും. ഞാൻ ഏകദേശം എൻ്റെ അടുത്ത് കാണാൻ വരുന്ന ഒരു 100% ആൾക്കാരെടുത്ത്, ബീജങ്ങളുടെ പ്രശ്നമുള്ള ആൾക്കാരെടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ അച്ഛൻ പൊതുവെ ഇങ്ങനെ ഭയങ്കര പുകയില ഉപയോഗിച്ചൊരു കഥ പറയാറുണ്ട്. തീർച്ചയായിട്ടും ആ പുകയില അവരുടെ ആ ബീജങ്ങളെ നശിപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ എൻ്റെ മുമ്പിലിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ ബീജങ്ങളെ കുറഞ്ഞു എന്ന് പറയാം. അത് പഠനമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബാക്കിയുള്ള ഈ സ്ട്രെസ് ഫാക്ടേഴ്സ് എല്ലാം ചെറിയ തോതിൽ ഈ ബീജങ്ങളെ നശിപ്പിച്ചു തുടങ്ങുമ്പോൾ എല്ലാം കൂടി വരുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും മൊത്തത്തിൽ ബീജങ്ങളുടെ ആരോഗ്യം കുറഞ്ഞിരിക്കും. ജനറ്റിക് ഇഷ്യൂസ് എന്ന് ചിലർ പറയും, പക്ഷേ ജനറ്റിക് ഇഷ്യൂസിൽ അത്രയും കോമൺ അല്ല. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലൊക്കെ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനായിട്ട് കണക്ഷനായിട്ട് കണ്ടുപിടിക്കും. പക്ഷേ അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. അത് കോമണായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിന് മാറ്റം വരുത്തിയാൽ തന്നെ ബീജങ്ങളുടെ ആരോഗ്യം ഏകദേശം പെർഫെക്റ്റ് ആവും. താങ്ക് യു.